ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് പോലെ തന്നെ ഒരു ബ്രിഡ്ജ് അപ്പുറത്തുണ്ട് കേട്ടോ. ഉണ്ടോ? എന്താല്ലേ ബ്രിഡ്ജിൻ്റെ ഇതൊക്കെ ആളുകൾ സാധനങ്ങൾ കൊണ്ടുവന്ന് നിരക്കുകയാണ്. ലോക്കിട്ട് പൂട്ടാൻ വേണ്ടവർക്ക് ഇവിടെ ലോക്കുണ്ട്. Erected by the cities of New York and Brooklyn. ഇതുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. നമുക്കറിയാലോ ഇതിങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ. പഴയ ഹിസ്റ്ററിയൊക്കെ നോക്കിയാൽ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായ ഹിസ്റ്ററി ഉണ്ട് ഇതിൻ്റെ പുറകിൽ. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പഴയകാലത്ത് ചരിത്രം. 1881 ഇത് തുടങ്ങിയത്. കേബിൾ റാപ്പിംഗ് 1878 കഴിഞ്ഞു. 1877 കേബിൾ സ്പിന്നിങ് കഴിഞ്ഞു. ഓ ഗംഭീരമായിട്ട് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ. അന്നത്തെ കാലത്ത് ഓരോ മനുഷ്യരെ ഓരോ മാസ്റ്റർ പീസുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അവരിങ്ങനെ ഞെട്ടിച്ച് കടന്നു കളഞ്ഞൊക്കെയാണ്. ഇതൊന്നും ഇങ്ങനെ മാസ്റ്റർ പീസുകൾ ഉണ്ടാക്കുക, ആളുകൾ ഞെട്ടിക്കുക, കടന്നു കളയുക, ഞെട്ടിച്ചു പോവുക, അതൊക്കെ തന്നെയാണ്. 83 ന്യൂയോർക്കിൽ ഹാർബോറിൽ 1883 കേട്ടോ. ഓരോരോ ഘട്ടങ്ങൾ പറയുകയാണ് ഇതിൻ്റെ. ഗവർണേഴ്സ് ഐലൻഡ്, സൗത്ത് ബ്രൂക്ലിൻ, ലിബർട്ടി ഐലൻഡ്, എല്ലിസ് ഐലൻഡ്, സൗത്ത് ഫെറി, ഇതിനൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. സൂപ്പറല്ലേ? എന്താ ആളുകൾ ഓടുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടി. നമ്മൾ പണ്ട് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ പോയി. അപ്പോൾ അതിൻ്റെ അടുത്തൊരു എല്ലിസ് ഐലൻഡ് ഉണ്ടായത്. എല്ലിസ് ഐലൻഡ് അവിടെ പോയാറുണ്ട്. ഈ ദ്വീപുകളുടെയൊക്കെ അടുത്താണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഉള്ളത്. രണ്ട് ദ്വീപുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് പണ്ട് ഫ്ലൈറ്റ് ജെഫ്കെന്ന് പറന്ന് മുങ്ങിയ ഫ്ലൈറ്റ് പക്ഷി ഒന്നിടിച്ചിട്ട് ഈ വെള്ളത്തിലിറക്കി ആളുകളെ ഒരു പോറലും കൂടാതെ പാരറ്റ് രക്ഷയുണ്ട്. പെട്ടെന്ന് തന്നെ ബോട്ടുകൾ വന്ന് അവരെ കയറ്റിക്കൊണ്ടുപോയി. പ്ലെയിൻ മുഴുവനായിട്ട് മുങ്ങി താഴുന്നതിന് മുമ്പ് തന്നെ ആളുകളൊക്കെ പുറത്ത് ചാടിച്ചു. അവരെ ബോട്ടുകളിൽ കയറ്റി തിരിച്ചെത്തിച്ചു. ഒരാൾക്കൊന്നും പറ്റിയില്ല. പക്ഷി ഒന്നിടിച്ച് എൻജിൻ നിലച്ചു വിമാനത്തിൻ്റെ. പൈലറ്റിന് ഭയങ്കരമായ സമ്മർദ്ദമുണ്ടായി. അദ്ദേഹം ഒന്നും നോക്കാതെ ഈ വെള്ളത്തിലിറക്കി, ഈ നദിയിലങ്ങോട്ട് ഇറക്കി. എന്നിട്ട് മുഴുവൻ യാത്രക്കാരെയും രക്ഷിച്ച് പുഷ്പം പോലെ പുറത്തുനിന്ന് അമേരിക്കയുടെ ഒരു വലിയ വീരചരിത്ര പുരുഷനായി മാറിയത്. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഞാൻ മുമ്പ് ഉള്ള ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് T4 വീഡിയോയിലായിരുന്നു തോന്നുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ ആ ചരിത്രം, ആ ഭൂമിശാസ്ത്രമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലിബർട്ടി നിൽക്കുന്നുണ്ടോ? സ്റ്റാച്യു ഓഫ് ലിബർട്ടി അങ്ങനെ നിൽക്കുന്നുണ്ടോ? അതെ അതെ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് ഓൾറൈറ്റ്. അപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിൻ്റെ അടുത്തുള്ള എല്ലിസ് ഐലൻഡും പിന്നെ മാൻഹാട്ടനും കൂടെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ്. എല്ലിസ് ഐലൻഡാണ് എൻ്റെ പേര്, ഞാൻ മറന്നു കേട്ടോ. നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇവിടുന്ന് ഫോട്ടോ എടുത്ത് തരുന്നതാണ് ഇങ്ങനെ വിൻറ്റേജ് ഫോട്ടോസ്. നൈസ്.